പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഓൾ ഇന്ത്യ ജ്വല്ലറി ഡിസൈൻ കോമ്പറ്റീഷന്റെ ഫൈനൽ റിസൾട്ട് പ്രഖ്യാപിക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. അവിടെയുള്ളവരുടെ എല്ലാം നെഞ്ചിടിപ്പിന്റെ താളം പുറത്തേക്ക് കേൾക്കാമായിരുന്നു. ഒരു വശത്ത് തങ്ങളുടെ പരമ്പരാഗത പ്രൗഢിയും അന്തസ്സും വീണ്ടെടുക്കാൻ പോരാടുന്ന മൂർത്തീസ് ജ്വല്ലറി, മറുപുറത്ത് പണക്കൊഴുപ്പും അന്താരാഷ്ട്ര ബന്ധങ്ങളും കൊണ്ട് മൂർത്തീസിനെ തറ പറ്റിക്കാൻ കെട്ടിക്കിറങ്ങിയ എം ജ്വല്ലറി. എം ജ്വല്ലറിയുടെ ഭാഗത്ത് കനത്ത ഗൗരവത്തോടെ അബിയും ഡേവിഡും ഇരിക്കുന്നുണ്ടായിരുന്നു. അബിയുടെ കണ്ണുകളിൽ വിജയത്തോടുള്ള ആർത്തി മാത്രമായിരുന്നില്ല, മറിച്ച് അനന്തപുരി കുടുംബത്തോടും തന്റെ കരിയറിലെ എതിരാളികളോടുമുള്ള അടക്കാനാവാത്ത പക കൂടിയുണ്ടായിരുന്നു. അവന്റെ അരികിൽ എം ജ്വല്ലറി ചീഫ് ഡിസൈനറായ മാളവിക നിശബ്ദമായിരുന്നു. അവളുടെ മുഖത്ത് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിലും ഉള്ളിലൊരു കൊടുങ്കാറ്റ് അലയടിക്കുന്നുണ്ടായിരുന്നു. അവൾ ആരുമറിയാതെ ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായി ഇവിടെ നിൽക്കുകയാണെന്ന സത്യം ആ മണ്ഡപത്തിൽ ആർക്കും മറ്റാർക്കും അറിയില്ലായിരുന്നു. ഇതേസമയം മൂർത്തി ജ്വല്ലറിയെ പ്രതിനിധീകരിച്ച് അനിയും നയനയും ആത്മവിശ്വാസത്തോടെയും എന്നാൽ നേരിയ ആശങ്കയോടെയും വിധികർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നയന അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും ശാരീരികമായ അസ്വസ്ഥതകളും ചെറുതൊന്നുമായിരുന്നില്ല. ഉറക്കമില്ലാത്ത രാവുകൾ, കണ്ണീരും പ്രാർത്ഥനയും കലർന്ന് അവൾ ഓരോ ഡിസൈനുകളും വരച്ചു തീർത്തതാണ്. അവളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം അറിയാനുള്ള നിമിഷമാണിത്. വിധികർത്താക്കൾ ഓരോ ജ്വല്ലറിയുടെയും ഡിസൈനുകൾ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ ശ്രദ്ധ നയന രൂപകൽപ്പന ചെയ്ത നയന കളക്ഷൻസിലേക്ക് തിരിഞ്ഞു. ആ ഡിസൈനുകളിലെ സൂക്ഷ്മതയും പൂർണ്ണതയും കണ്ടപ്പോൾ വിധികർത്താക്കളുടെ മുഖത്ത് അത്ഭുതവും ആദരവും വിരിഞ്ഞു. അവർ പരസ്പരം നോക്കി തല കുലുക്കി. ഒടുവിൽ മുഖ്യ വിധികർത്താവ് മൈക്കയിലൂടെ നയനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ഇവിടെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഡിസൈനുകളിൽ ഞങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത് നയന കളക്ഷൻസ് ആണ്. മുഖ്യ വിധികർത്താവിന്റെ വാക്കുകൾ ഹാളിനെ നിശബ്ദമാക്കി. കേവലം ഇന്ത്യയിലെ മികച്ച ഡിസൈനർമാർക്ക് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രശസ്തമായ ഡിസൈനർമാർക്ക് പോലും ചിന്തിക്കാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു ഒരു ദൈവികമായ ഒരു കഴിവ് ഈ കുട്ടിയിലുണ്ട്. ഇത് വെറും ഒരു ഡിസൈനല്ല, ഒരു കലാരൂപമാണ്. ദൈവം അനുഗ്രഹിച്ച് നൽകിയ അപൂർവമായ സിദ്ധിയാണിത്. വേദിയിൽ വെച്ച് വിധികർത്താക്കൾ നയനെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുമ്പോൾ സദസ്സിലിരുന്ന അബിയുടെയും ഡേവിഡിന്റെയും മുഖം കരിഞ്ഞു പോയതുപോലെയായിരുന്നു. അബിയുടെ നെറ്റിയിൽ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു. അവൻ അസ്വസ്ഥതയോടെ മാളവികയുടെ നേരെ തിരിഞ്ഞു. മാളവിക, ഇതെന്താ ഇങ്ങനെ? പ്രൈസ് നമുക്ക് കിട്ടുമല്ലേ താൻ പറഞ്ഞത്? പുറത്തു നിന്ന് വരെ ലക്ഷങ്ങൾ മുടക്കി ഞാൻ ഡിസൈനുകൾ എത്തിച്ചിട്ടുണ്ട്. ഒടുവിൽ ആ നയനയുടെ മുന്നിൽ നമ്മൾ നാണം കെടുകയാണല്ലോ. അബിയുടെ ശബ്ദത്തിൽ ദേഷ്യവും നിരാശയും കലർന്നിരുന്നു. മാളവിക തന്റെ മുഖത്തെ പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് തികച്ചും സ്വാഭാവികമായി മറുപടി നൽകി. സർ, ഞാൻ എന്റെ ഭാഗം പരമാവധി ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നയനയുടെ കളക്ഷൻസ് ഇത്രയും ഹൈപ്പ് കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. നമ്മൾ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന ഡിസൈനുകൾ മികച്ചത് തന്നെയാണ്. എങ്കിലും വിധികർത്താക്കളുടെ മനസ്സ് മാറിയതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രതീക്ഷ കൈവിടാതെ ഇരിക്കാം സർ. സദസ്സിന്റെ മറ്റൊരു കോണിലിരുന്ന് നവ്യ ഇതെല്ലാം തന്നെ കാണുന്നുണ്ടായിരുന്നു. അബിയുടെ ഭാര്യയാണെങ്കിലും അവളുടെ മനസ്സ് നിറയെ നയനയുടെ വിജയത്തിൽ സന്തോഷിക്കുകയായിരുന്നു. നയന ഈ ഒരു അവസ്ഥയിലും എത്രമാത്രം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഡിസൈനുകളെല്ലാം തന്നെ പൂർത്തിയാക്കിയത് എന്ന് നവ്യക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അവൾ മനസ്സിലിങ്ങനെ ഓർത്തു, അതെ, നയനക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്. അവൾ ജയിക്കണം. ചതിയുടെയും വഞ്ചനയുടെയും മുകളിൽ സത്യം ജയിക്കുന്നതാണ് നല്ലത്. എന്നാൽ തന്റെ മുഖത്ത് സന്തോഷം പുറത്തു കാണിക്കാൻ നവ്യ അതീവ ശ്രദ്ധ പുലർത്തി. ഒടുവിൽ ആ ഒരു പ്രഖ്യാപനമെത്തി. ഈ വർഷത്തെ മികച്ച ജ്വല്ലറി ഡിസൈൻ അവാർഡ് മൂർത്തി ജ്വല്ലറിക്ക് തന്നെയായിരിക്കും, നയന കളക്ഷൻസിനും. ഹാളിൽ കരിമരുന്ന് പ്രയോഗത്തിന്റെ ശബ്ദവും ജനങ്ങളുടെ ഹാർഷവും മുഴങ്ങി. അനിയും നയനയും വേദിയിലേക്ക് നടന്നു ചെന്ന് ആ തിളങ്ങുന്ന സ്വർണ്ണ ട്രോഫി അങ്ങ് ഏറ്റുവാങ്ങി. ജഡ്ജസും ഓഡിയൻസും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരെ ആദരിച്ചു. അനിയുടെ മുഖത്തെ അനന്തപുരിയുടെ അഭിമാനം വീണ്ടെടുത്തതിന്റെ ആ ഒരു തിളക്കമായിരുന്നു. എന്നാൽ മറുഭാഗത്ത് തോൽവിയുടെ കയ്പുനീർ കടിച്ചമർത്തിക്കൊണ്ട് തന്നെ അബിയും ഡേവിഡും ആ ഒരു കാഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമായിട്ടിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞ ഉടൻ തന്നെ സദസ്സിലിരിക്കാൻ പോലും ആവാതെ അബിയും ഡേവിഡും ഹാളിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങി. ഓഡിറ്റോറിയത്തിന്റെ നീണ്ട ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ അബിയുടെ കാലുകൾ ദേഷ്യം കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. അവന്റെ മുഖം വലിഞ്ഞു മുറുകുകയായിരുന്നു. ഇത് 3ാമത്തെ തവണയാണ് ഡേവിഡ്, 3ാമത്തെ തവണയാണ് നമ്മൾ മൂർത്തി ജ്വല്ലറിക്ക് മുന്നിൽ തോറ്റു തുന്നം പാടുന്നത്. അബി തന്റെ കൈകൾ ചുരുട്ടി ചുവരിലേക്ക് അങ്ങിടിച്ചു. ഇത്തവണ ജയിക്കാൻ വേണ്ട എല്ലാ വഴികളും നമ്മൾ നോക്കിയതല്ലേ, എന്നിട്ടും എവിടെയാണ് പിഴച്ചത്? ഡേവിഡ് വലിഞ്ഞു മുറുകിയ മുഖത്തോടു കൂടി അബിയെ നോക്കി. അബി സാറേ, കഴിഞ്ഞ തവണയും സാർ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത്തവണ സാറ് കൂടെയുണ്ട്. എന്നിട്ടും നമ്മൾ തോറ്റു. സാർ എന്താ വിചാരിച്ചത്? ഞാൻ മനഃപൂർവ്വം തോറ്റതാണെന്നോ? തനിയെ ഒരു തീരുമാനമെടുക്കാനൊന്നും എനിക്ക് പറ്റില്ലല്ലോ. ഈ മാളവികയെ ചീഫ് ഡിസൈനറായി വെക്കാൻ റെക്കമെൻഡ് ചെയ്തത് സാറ് തന്നെയല്ലേ? വേറെ ആരെങ്കിലും സഹായത്തിന് വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സാറല്ലേ പറഞ്ഞത് മാളവികക്ക് നല്ല കഴിവുണ്ട് എന്ന്? താൻ എന്നെ കുറ്റപ്പെടുത്തുവാണോടോ? അബി അലറി. താൻ വിദേശത്ത് നിന്ന് കൊണ്ടുവന്ന വലിയ ഡിസൈനുകൾ ഇവിടെ എന്ത് മണ്ണാങ്കട്ടയാടാ ഉണ്ടാക്കിയത്? അതിനേക്കാൾ മികച്ചതാണ് ആ നയനയുടെ സാധാരണ ഡിസൈനുകൾ എന്ന് വിധികർത്താക്കൾ പറയുമ്പോൾ തനിക്കൊന്നും നാണമില്ലേ?
അതിന് എൻ്റെ നേരെ ചൂടായിട്ടൊന്നും കാര്യമില്ല സാറേ. അവിടെ നയന നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അനന്തപുരിക്കാരെ അത്ര പെട്ടെന്നൊന്നും തകർക്കാനൊന്നും നമുക്ക് പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഡേവിഡിന്റെ ശബ്ദത്തിൽ ദേഷ്യം നിഴലിച്ചു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് വേദിയിൽ നിന്നും ട്രോഫിയുമായി അനിയും നയനയും പുറത്തേക്ക് ഇറങ്ങി വന്നു. അവരുടെ മുഖത്തെ ആ ഒരു വിജയശ്രീലാളിതമായ ഭാവം കണ്ടപ്പോൾ അബിയുടെ ഉള്ളിലെ പ്രതികാര ചിന്തകന് ഇരട്ടിച്ചു. അവൻ അങ്ങോട്ടേക്ക് മാറി നടക്കാൻ ഭാവിക്കുമ്പോഴേക്കും അനി അവനെ ഉറക്കെ വിളിച്ചു. എന്താ അബി നിർത്തിയിട്ട് പോകുന്നത്? ഒന്ന് നിന്നേ. അനിയുടെ ശബ്ദത്തിൽ പരിഹാസം നിറഞ്ഞു നിന്നു. അബി പല്ലുറമ്പിക്കൊണ്ട് തിരിഞ്ഞു നിന്നു. അനി അവന്റെ അടുത്തേക്ക് ചെന്നു കൊമ്പ് കോർക്കാൻ ഉറച്ച ഭാവത്തോടെ. നീ വലിയ വീരവാദമൊക്കെയല്ലേ അടിച്ചത്? എന്റെ മുന്നിൽ വന്ന് നിന്ന് നിനക്ക് യാതൊരുവിധ കഴിവില്ല എന്നും നിന്റെ ജ്വല്ലറിയുടെ മുന്നിൽ മൂർത്തി ജ്വല്ലറി തകർത്തു പോകുമൊക്കെ നീ അഹങ്കാരത്തോടെ പറഞ്ഞത് ഞാനൊന്നും മറന്നിട്ടില്ല അബി. എന്നിട്ടിപ്പോ ആരാണ് തല താഴ്ത്തി നിൽക്കുന്നത്? അബി ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. നീ വലിയ കാര്യമായി ഒന്നൊന്നും വിചാരിക്കണ്ട നീ. ഈ അവാർഡ് കിട്ടിയെന്ന് കരുതിയിട്ട് നീ വലിയ സംഭവമായെന്നൊന്നും നീ കരുതരുത്. ആദർശും ഇതുപോലെ വലിയ വീരനായിരുന്നു. എല്ലാം തികഞ്ഞവനാണ് അവനെന്ന് അവൻ അഹങ്കരിച്ചതാണ്. എന്നിട്ടിപ്പോ എന്തായി? മുത്തശ്ശൻ ഒറ്റ നിമിഷം കൊണ്ട് അവനെങ്ങ് കഴുത്തിന് പിടിച്ച് പുറത്താക്കിയില്ലേ? ആ ആദർശിന്റെ അതേ വിധി തന്നെയായിരിക്കും നിനക്കും ഉണ്ടാവാൻ പോകുന്നത്. എന്റെ വിധി എന്തായാലും ഞാൻ അത് അനുഭവിച്ചോളാം. അനി ചിരിച്ചുകൊണ്ട് തന്നെ മറുപടി നൽകി. പക്ഷേ ഒന്നുണ്ടബി, വിദേശത്ത് നിന്ന് വരെ വലിയ ഡിസൈൻമാരുടെ സഹായം തേടിയിട്ടും നിനക്ക് എന്റെ ഏട്ടത്തിയുടെ ഡിസൈനുകളുടെ മുന്നിൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലല്ലോ. അതാണ് സത്യം. അബി ദേഷ്യം കൊണ്ട് അനിയുടെ നേരെ കൈയോങ്ങി. എടാ, പെട്ടെന്ന് തന്നെ നയന ഇടപെട്ടു. അവൻ അനിയുടെ കയ്യിലങ്ങ് പിടിച്ച് മാറ്റി നിർത്തി. അനി, നീ ഒന്നും മിണ്ടാതിരിക്ക്. എന്തിനാ വെറുതെ അവിടെ നിന്ന് വഴക്കുണ്ടാക്കുന്നത്? കഴിഞ്ഞത് കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ഭാഗ്യം കൃത്യമായിട്ട് ചെയ്തു വെക്കണം. ദൈവം അതിനുള്ള പ്രതിഫലം തന്നു. ഇനി ആരുമായി തർക്കിക്കാനൊന്നും നിൽക്കണ്ട. വാ, നമുക്ക് പോവാം. നയന അനിയേയും കൂട്ടിയിട്ട് അവിടെ നിന്ന് നടന്നുപോയി. നടന്നു പോകുമ്പോൾ അനി നയനയോട് ഭക്തിപൂർവ്വം പറഞ്ഞു. ഏട്ടത്തിയുടെ ഈ ഒരു കഠിനാധ്വാനം കൊണ്ടാണ് ഇന്ന് എനിക്ക് അവന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇന്ന് നമ്മൾ തോറ്റുപോയേനെ. ഈ അവസ്ഥയിലും ഉറക്കമൊഴിച്ചിരുന്ന് ഏട്ടത്തി ചെയ്ത ആ ഒരു ഡിസൈനുകൾ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ്സാണ് കാത്തത്. എനിക്കൊരുപാട് നന്ദിയുണ്ട് ഏട്ടത്തി. നയന സൗമ്യമായി ഒന്ന് ചിരിച്ചു. നീ എന്തിനാ നീ ഇങ്ങനെ നന്ദി പറയുന്നത്? ഇതൊക്കെ എന്റെയും കൂടി ഉത്തരവാദിത്തമല്ലേ? അനന്തപുരി കുടുംബത്തെയും മൂർത്തി ജ്വല്ലറിയും തകർക്കാൻ നോക്കുന്ന ജ്വല്ലറിക്കാർക്ക് ഒരു ശക്തമായ തിരിച്ചടി കൊടുക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. അവർ കാറിലേക്ക് കയറി പോകുമ്പോൾ ഡേവിഡും അബിയും കൂടുതൽ തളർന്നു പോയിരുന്നു. ആ സമയത്തിന് അബിയുടെ ഫോണ് ബെല്ല് ചെയ്തു. നോക്കുമ്പോൾ അവന്തികയാണ് വിളിക്കുന്നത്. ഹലോ അബിയേട്ടാ, എന്തായി റിസൾട്ട്? അവാർഡ് നമുക്ക് തന്നെയല്ലേ? അവന്തികയുടെ ശബ്ദത്തിൽ ആകാംക്ഷയുണ്ടായിരുന്നു. നീ ഒന്ന് വെച്ചിട്ട് പോകുന്നുണ്ടോ അവന്തികെ? അബി ഫോണിലൂടെ അലറി. അവാർഡ് മൂർത്തി ജ്വല്ലറിക്ക് കിട്ടി. നയനയും മനിയും കൂടി അത് വാങ്ങിച്ചു കൊണ്ടുപോയി. ഇനി നീ എന്നെ വിളിച്ച് കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത്. അവൻ ദേഷ്യപ്പെട്ട് ഫോണ് കട്ട് ചെയ്തു. ഡേവിഡ് വണ്ടിയുടെ ബോണറ്റിൽ ചാരി ഇരുന്നു കൊണ്ട് തന്നെ ആലോചിക്കുകയായിരുന്നു. അബിസാറെ, ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടും നമ്മൾ തോൽക്കണമെങ്കിൽ ഇതിന്റെ പിന്നിൽ വലിയൊരു ചതിയുണ്ടല്ലോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ നിന്നും ആരോ വിവരങ്ങളൊക്കെ ചോർത്തുന്നുണ്ട്. അവരുടെ സംസാരം ദൂരെ മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നവ്യ. അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇവർ എന്നെ എങ്ങാനും കണ്ടുപിടിച്ചോ? ഞാൻ നയനെ സഹായിക്കുന്നത് ഇവരെങ്ങാനും അറിഞ്ഞോ? നവ്യയുടെ മുഖത്ത് ഭയം നിഴലിച്ചു. അബി ഡേവിഡിനോട് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നിന്നും ചതിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല ഡേവിഡ്. കൊന്നു കൊല വിളിക്കും ഞാനവരെ. അതെ, നാഗേന്ദ്രൻ സാറിന്റെ പാരമ്പര്യം തന്നെയാണത്. ചതിക്കുന്നവരെ അദ്ദേഹം ഒരിക്കലും വെറുതെ വിടാറില്ല. ഡേവിഡ് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ഇത് കേട്ട നവ്യ മനസ്സിലിങ്ങനെ വിചാരിച്ചു. ഓ, അവന്റെ ഒരു പാരമ്പര്യം കാണിച്ചു തരാൻ ഞാൻ. നീയും നിന്റെ അച്ഛനും കൂടി തോറ്റു തുന്നമ്പാടെ പോകുന്നതേയുള്ളൂ. ഡേവിഡ് അവിടെ നിന്ന് നാഗേന്ദ്രനെ കാണാനായി തന്റെ കാറിലേക്ക് കയറിപ്പോയി. മാളവികയും തന്റെ സ്കൂട്ടർ എടുത്ത് അവിടെ നിന്ന് വേഗം തന്നെ പുറപ്പെട്ടു. അബിയും നവ്യയും കാറിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറിയുള്ള വിജനമായ ഒരു വഴിയോരത്ത് മാളവിക തന്റെ സ്കൂട്ടർ നിർത്തി. ചുറ്റും കാട്ടുചെടികൾ പടർന്നു പന്തലിച്ച ഒരു പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം അവിടെ ബാക്കിയുണ്ടായിരുന്നു. അവിടെ ഒരു കറുത്ത കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാളവിക വണ്ടി നിർത്തി ചുറ്റും നോക്കി. കാറിന്റെ ഡോറ് തുറന്ന് ആദർശ് പുറത്തേക്ക് ഇറങ്ങി വന്നു. ആദർശിന്റെ മുഖത്ത് ഗൗരവമേറിയ ഒന്നുണ്ടായിരുന്നുവെങ്കിലും മാളവികയെ കണ്ടപ്പോൾ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. മാളവിക, വളരെ നന്നായിരുന്നു. നിന്റെ ആ അഭിനയം സഹായം ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ന് മൂർത്തി ജ്വല്ലറിക്ക് ആ അവാർഡ് കിട്ടില്ലായിരുന്നു. ജ്വല്ലറിയുടെ ഓരോ നീക്കങ്ങളും നീ കൃത്യസമയത്ത് എന്നെ അറിയിച്ചതുകൊണ്ടാ നയനക്ക് അതിനേക്കാൾ മികച്ച ഡിസൈനുകൾ ഒരുക്കാൻ സാധിച്ചത്. മാളവിക വിനയത്തോടെ കൈകൾ കൂപ്പി. അതിലൊക്കെ എത്രയോ മുകളിലാണ് ആദർശ സാറേ നയന മാഡത്തിന്റെ കഴിവ്. ഞാൻ അവിടെ ചെയ്തത് ഒരു ചെറിയ കാര്യം മാത്രം. നയന മാഡത്തിന്റെ ഡിസൈനുകൾ കാണുമ്പോൾ ശരിക്കും അതിശയം തോന്നും. ഇനി ഞാനല്ല, ലോകത്തിലെ ഏത് വമ്പൻ ഡിസൈനർ വന്ന് ജ്വല്ലറിക്ക് വേണ്ടി വരച്ചാലും നയന മാഡത്തിന്റെ ഡിസൈനുകൾക്ക് മുന്നിൽ തോറ്റു പോകത്തേയുള്ളൂ. മൂർത്തി ജ്വല്ലറിയുടെ വിജയത്തിൽ ഒരു ചെറിയ ഭാവമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ആദർശിന്റെ മുഖം പെട്ടെന്ന് തന്നെ ഗൗരവമുള്ളതായി. പക്ഷേ മാളവിക, നീ ചെയ്യുന്ന ഈ ഒരു സ്പൈ വർക്ക് വളരെ അപകടം പിടിച്ചതാണ്. ആ അബിയോ ഡേവിഡോ എങ്ങാനും ഇതറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. നിന്റെ ജീവന് തന്നെ അത് ഭീഷണിയാണ്.
നിനക്കൊരു കാര്യം അറിയാമോ? ആ അബിയുടെ അച്ഛനാണ് നാഗേന്ദ്രൻ. മാളവിക അത്ഭുതത്തോടെ നോക്കി. നാഗേന്ദ്രനോ? അതെ. ആദർശ് ദൂരത്തേക്ക് നോക്കി പഴയ ഓർമ്മകളിലേക്ക് പോയി. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അനന്തപുരി കുടുംബത്തിൽ നിന്നും മുത്തശ്ശൻ അടിച്ചിറക്കി വിട്ട ആളാണ് ഈ നാഗേന്ദ്രൻ. അവൻ ഇവിടെ നിന്നും പോയതിനു ശേഷം എങ്ങനെയൊക്കെയോ കുറെ കള്ളപ്പണം ഉണ്ടാക്കി ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. AN ജ്വല്ലറിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ ഇപ്പോൾ അവനാണ്. അനന്തപുരിയുടെയും മൂർത്തി ജ്വല്ലറിയുടെയും ഒക്കെ പകരം വീട്ടാൻ വേണ്ടി തന്നെയാണ് അവൻ ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. അവൻ എവിടെയോ ഇരുട്ടിൽ മറഞ്ഞിരിക്കുകയാണ്. അവനെ ഇനി വെളിച്ചത്തേക്ക് കൊണ്ടുവരിക എന്നതാണ് നമ്മുടെ ഇനി പ്രധാന ലക്ഷ്യം. തീർച്ചയായിട്ടും സർ, നമ്മൾ അതിൽ വിജയിക്കുക തന്നെ ചെയ്യും. നാഗേന്ദ്രന്റെ മുഖം മൂടി നമ്മൾ അങ്ങ് വലിച്ചു കീറും, മാളവിക ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. അവർ രണ്ടുപേരും പരസ്പരം കൈ കൊടുത്ത് തങ്ങളുടെ ദൗത്യം തുടരാൻ വേണ്ടി പ്രതിജ്ഞയെടുത്തു. എന്നാൽ ആ നിമിഷം വിധി അവർക്കായി മറ്റൊരു കെണി ഒരുക്കിയിരുന്നു. അവാർഡ് നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിൽ നാഗേന്ദ്രനെ കാണാൻ കാർ ഓടിച്ചു പോവുകയായിരുന്നു ഡേവിഡ്. പെട്ടെന്നാണ് വിജനമായ ആ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ആദർശിന്റെ കാറും മാളവികയുടെ സ്കൂട്ടറും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ പെട്ടെന്നിനെ കാറിന്റെ വേഗത കുറിച്ച് ദൂരെ അങ്ങ് മാറ്റി വണ്ടി നിർത്തി. കാറിന്റെ വിൻഡോ ഗ്ലാസ്സിലൂടെ ഡേവിഡ് പുറത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ വിടർന്നു. ഉള്ളിൽ ഭയവും ദേഷ്യവും ഒരുപോലെ തന്നെ ഇരിച്ചു കയറി. ആദർശും മാളവികയും പരസ്പരം സന്തോഷത്തോടു കൂടെ സംസാരിക്കുന്നതും കൈ കൊടുക്കുന്നതും അവൻ വ്യക്തമായി കണ്ടു. ദൈവമേ, അപ്പോ മാളവിക ആദർശിന്റെ ആളായിരുന്നോ? ഡേവിഡ് തന്റെ സ്റ്റിയറിംഗിൽ നിന്നും ശക്തമായി ഒന്ന് അടിച്ചു. എടി ചതിയെത്തി, അപ്പോ നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ ചതിക്കുമായിരുന്നു അല്ലേ? ഞങ്ങളുടെ ബിസിനസ് രഹസ്യങ്ങളും ഡിസൈനുകളൊക്കെ ചോർത്തി നീ ആദർശിന് കൊടുക്കുകയായിരുന്നു അല്ലേ? അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഓരോ ഡീലുകളും നഷ്ടപ്പെട്ടിരുന്നത്? നിന്നെ വിശ്വസിച്ച ഞങ്ങളെ നീ അന്ധകാരത്തിലേക്ക് തള്ളിവിട്ടു. ഡേവിഡിന്റെ കണ്ണുകളിൽ കൊലവിളി ഉയർന്നു. ഈ വിവരം നാഗേന്ദ്രൻ സർ അറിഞ്ഞ നീ ജീവനോടെ ഉണ്ടാവില്ലടി. നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഡേവിഡ് ഒട്ടും സമയം കളയാതെ നാഗേന്ദ്രന്റെ ഫോണിൽ വിളിച്ചു. ഫോൺ മറുതരക്കൽ നാഗേന്ദ്രൻ കനത്ത ദേഷ്യത്തിലായിരുന്നു. എന്താ ഡേവിഡ്, ആ അവാർഡ് നമുക്ക് കിട്ടിയില്ല എന്ന വിവരം ഞാൻ അറിഞ്ഞു. നാണം കെട്ട തോൽവിയാണ് നമ്മൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. സർ, അതിനേക്കാൾ വലിയൊരു സത്യം ഞാനിപ്പോൾ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. ഡേവിഡിന്റെ ശബ്ദം വിറക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഈ തോൽവികൾക്ക് കാരണം മറ്റാരുമല്ല, നമ്മുടെ ചീഫ് ഡിസൈനർ മാളവികയാണ് സർ. അവർ ആദർശിന്റെ ആളാണ്. എന്ത്? നാഗേന്ദ്രൻ അലറി. മാളവികയോ? നിങ്ങൾ എല്ലാവരും കൂടി തിരഞ്ഞെടുത്ത ആ ഡിസൈനർ പെണ്ണ് ആദർശിന്റെ ചാരയായിരുന്നോ? അതെ സർ, സംശയമൊന്നുമില്ല. അവാർഡ് ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ അവൾ നേരെ വന്നത് ആദർശിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടി ജയം ആഘോഷിക്കുന്നതും കൈ കൊടുക്കുന്നതൊക്കെ ഞാൻ ഇപ്പോൾ ലൈവായി കാണുകയാണ്. നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ചോർത്തിയത് മറ്റാരുമല്ല, അത് മാളവിക തന്നെയാണ്. ഫോണിലൂടെ നാഗേന്ദ്രന്റെ ക്രൂരമായ ചിരി കേൾക്കാമായിരുന്നു. ചതി. എന്നെ ചതിച്ചവരാരും ഈ ഭൂമിയിൽ ജീവനോടെ ഇരുന്നിട്ടില്ല ഡേവിഡ്. മാളവികയുടെ അന്ത്യം കുറിക്കാനുള്ള സമയമായിരിക്കുന്നു. അവൾ തിരയുന്ന ആ നാഗേന്ദ്രൻ ആരാണെന്ന് അവൾ മരിക്കുന്നതിന് മുൻപ് അറിയണം. ആദർശിന്റെ മുന്നിലേക്ക് അവളുടെ ശവം വേണം നീ ഇനി എത്തിക്കാൻ. നീ ഒട്ടും സമയം കളയണ്ട. നമ്മുടെ ഗുണ്ടകളെ വിട്ട് അവളെ ഇപ്പോൾ തന്നെ തട്ടിക്കൊണ്ടുപോയി നമ്മുടെ ആ ഒരു പഴയ ഗോഡൌണിലേക്ക് എത്തിക്ക്. ഞാൻ നേരിട്ട് വന്ന് അവളുടെ അന്ത്യവിധി നടപ്പിലാക്കാം. ശരി സർ, ഞാൻ ഇപ്പോൾ തന്നെ ആളുകളെ വിടാം. ഡേവിഡ് ഫോൺ വെച്ചു. ഇതേ സമയം കാർ ഓടിച്ചു പോവുകയായിരുന്ന അബിയുടെ ഫോണിലേക്ക് ഡേവിഡിന്റെ കോൾ വന്നു. ഡേവിഡ് മാളവികയുടെ ചതിയെക്കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും അബിയെ ധരിപ്പിച്ചു. മാളവികയെ തട്ടിക്കൊണ്ടുപോയി ഗോഡൌണിൽ വെച്ച് തീർക്കാൻ നാഗേന്ദ്രൻ സർ ഉത്തരവിട്ടിട്ടുണ്ട് എന്നും അങ്ങോട്ടേക്ക് എത്തണമെന്നും ഡേവിഡ് പറഞ്ഞു. ഫോൺ സംഭാഷണം കേട്ട ഉടനെ തന്നെ അബി ഞെട്ടിപ്പോയി. എന്ത്? മാളവികയോ? അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഡേവിഡ്. ആദർശിന് ഇത്രമാത്രം ബുദ്ധി ഉണ്ടായിരുന്നോ നമ്മളെയൊക്കെ ചതിക്കാൻ? ഉണ്ടാബി സാറേ, ആദർശിന് നിങ്ങളുടെ മുത്തശ്ശന്റെ അതേ കൂർമ്മ ബുദ്ധിയുണ്ട്. അത് സാറിനില്ലാതെ പോയത് നമ്മുടെ ശാപം. ഇനി സംസാരിക്കാനൊന്നും സമയമില്ല. ഞാൻ ഗോഡൌണിലേക്ക് പോവാണ്. സാറും അങ്ങോട്ടേക്ക് വരണം. ഡേവിഡ് ഫോൺ കട്ട് ചെയ്തു. അബിയുടെ കാറിന്റെ മുൻസീറ്റിലിരുന്നു കൊണ്ട് നവ്യ ഇതെല്ലാം തന്നെ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ ഉള്ളം കാളിപ്പോയി. അവൾ പരിഭ്രമത്തോടെ അബിയോട് ചോദിച്ചു, അബി, എന്തായി കേട്ടത്? മാളവികയെ കൊല്ലാൻ പോവാണോ? എന്തിനാ നിങ്ങൾ ഇങ്ങനെയുള്ള ക്രൂരതകളൊക്കെ ചെയ്യുന്നത്? നവ്യ, ഇതിലേതായാലും നീ ഇടപെടൊന്നും വേണ്ട. അബി വണ്ടിയുടെ സ്പീഡ് ഒന്നുകൂടെ കൂട്ടി. അവൾ ഞങ്ങളെ ചതിച്ചു. ആദർശിന്റെ ചാരിയായി വന്ന് ഞങ്ങളുടെ ബിസിനസ് അവൾ തകർത്തു. അവൾക്കിനി മരണം തന്നെയാണ് ശിക്ഷ. നീ എന്ത് ഭ്രാന്താണ് ഈ പറയുന്നത് അബി? നവ്യ കരച്ചിലിന്റെ വക്കീലെത്തിയിരുന്നു. നിയമം കയ്യിലെടുക്കാൻ നിനക്ക് എന്താണ് അധികാരം? നാളെ പോലീസ് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ജയിലിൽ കിടക്കേണ്ടി വരും. എനിക്കും ഇപ്പൊ എന്റെ വയറ്റിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കുഞ്ഞിനും പിന്നെ നമ്മുടെ മോൻക്കും ഇനി ആരാണുള്ളത്? ദയവ് ചെയ്ത് അങ്ങനെയൊന്നും നീ ചെയ്യരുത് അബി. അബി ദേഷ്യത്തോടു കൂടെ കാറ് നേരെ റോഡിലേക്ക് അങ്ങിട്ടിട്ട് ബ്രേക്ക് ഇട്ട് നിർത്തി. എടി, ഞാനല്ല ഇത് ചെയ്യുന്നത്. AN ജ്വല്ലറിയുടെ പിന്നിൽ വേറൊരു ശക്തിയുണ്ട്. അതിന്റെ MD സാറാണ് ഇതെല്ലാം തന്നെ ചെയ്യുന്നത്. നീ കൂടുതലൊന്നും സംസാരിച്ച് എന്റെ സമയം കളയണ്ട. നീ ഇവിടെ ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയിക്കോ. എനിക്കേതായാലും നേരെ ഗോഡൌണിലേക്ക് എത്തിയേ പറ്റൂ. അബി നവ്യെ കാറിൽ നിന്നും ബലമായി തന്നെ ഇറക്കി വിട്ടു. എന്നിട്ട് കാർ വേഗത്തിൽ മുന്നോട്ട് ഓടിച്ചുപോയി. റോഡരികിൽ ഒറ്റക്കായി നിൽക്കുന്ന നവ്യക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ തളർന്നു നിന്നു. മാളവിക അപകടത്തിലാണ്. അവൾ ആദർശേട്ടനെ സഹായിച്ചതുകൊണ്ട് തന്നെ ഇപ്പോൾ മരണത്തിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ വിവരം ആദർശേട്ടനെ അറിയിക്കണം. നവ്യ വേഗം തന്റെ ഫോണെടുത്ത് സുഹൃത്തായ അഞ്ജലിയെ വിളിച്ചു.
ഫോൺ എടുത്ത ഉടനെ തന്നെ അഞ്ജലി സന്തോഷത്തോടെ പറഞ്ഞു, നവ്യ, മൂർത്തി ജ്വല്ലറി ജയിച്ചുവടി. നയനക്ക് അവാർഡ് കിട്ടി. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നടന്നു. അഞ്ജലി, ഇപ്പൊ അതൊന്നും പറയാൻ സമയമില്ല. നവ്യയുടെ ശബ്ദമിടറി. വലിയൊരു ആപത്ത് വരുന്നുണ്ട്. മാളവിക അപകടത്തിലാണ്. അവൾ ആദർശേട്ടന്റെ ആളാണെന്ന് അബിയും ഡേവിഡും കണ്ടുപിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവൾ ഗുണ്ടകളെ വിട്ട് തട്ടിക്കൊണ്ടുപോയി അവരുടെ പഴയ ഗോഡൌണിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അവിടെ വെച്ച് അവളെ കൊല്ലാനാണ് അവരുടെയൊക്കെ പ്ലാന്. നീ ഇപ്പൊ തന്നെ ഈ വിവരം ആദർശേട്ടനെ വിളിച്ച് അറിയിക്കണം. ഒട്ടും സമയം കളയരുത് അഞ്ജലി. നവ്യ കാര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കിയതോടുകൂടെ അഞ്ജലി ഭയന്നുപോയി. ശരി നവ്യ, ഞാൻ ഇപ്പൊ തന്നെ ആദർശ് സാറിനെ വിളിച്ച് കാര്യം പറയാം. അഞ്ജലി ഉടനെ തന്നെ ആദർശിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ആദർശ് ഫോൺ എടുത്ത ഉടനെ തന്നെ അഞ്ജലി പറഞ്ഞു, ആദർശ് സാറേ, ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാണ്. മുൻപ് പല വിവരങ്ങളും സാറിന് ഞാൻ തന്നിട്ടുള്ള ആളാണ് ഞാന്. ഇപ്പോൾ വലിയൊരു പ്രശ്നമുണ്ട്. ഏഞ്ചലറി ഡിസൈനർ മാളവികയെ അവർ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. അവർ സാറിന്റെ ആളാണെന്ന് ആ ഡേവിഡൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. നഗരത്തിന്റെ എതിർദിശയിലായിട്ടുള്ള ആ ഒരു പഴയ ഗോഡൌണിലേക്കാണ് അവളെ കൊണ്ടുപോയിരിക്കുന്നത്. അവളെ കൊലപ്പെടുത്താനാണ് അവരുടെ നീക്കം. സർ എത്രയും പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്കെത്തി അവളെ രക്ഷിക്കണം. കേട്ട വാർത്ത വിശ്വസിക്കാൻ കഴിയാതെ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇത് സത്യമാണോ? നീ ആരാണ് എന്നൊക്കെ. സർ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒരു 100% ശരിയാണ് ഞാൻ പറയുന്നത്. കൂടുതൽ ചോദ്യങ്ങൾക്കൊന്നും ഇപ്പൊ സമയമില്ല. സർ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവ്. ഇല്ലെങ്കിൽ മാളവികയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടും. അത്രയും പറഞ്ഞ് അഞ്ജലി ഫോണ് കട്ട് ചെയ്തു. ആദർശ് ഒട്ടും വൈകിയില്ല. തന്റെ ജീവനേക്കാളേറെ താൻ സ്നേഹിക്കുന്ന ലക്ഷ്യം പൂർത്തിയാക്കി നിന്ന ആ മാളവിക മരണത്തിന് വിട്ടുകൊടുക്കാനൊന്നും അവൻ ഒരുക്കമല്ലായിരുന്നു. അവൻ തന്റെ കാറിലേക്ക് കയറി ഗോഡൌൺ ലക്ഷ്യമാക്കി പാഞ്ഞുപോയി. നഗരത്തിന്റെ വിജനമായ ഒരു കോണിൽ സ്ഥിതി ചെയ്യുന്ന ആരും വരാത്ത ആ ഒരു പഴയ ഗോഡൌൺ പൊടിപടലങ്ങളും ചിതലുകളും ചിലന്തി വലകളൊക്കെ നിറഞ്ഞ് ആകെ ഇരുണ്ട മുറിയിൽ ഒരു മരക്കസേരയിൽ മാളവിക ഇങ്ങനെ കയറുകൊണ്ട് ശക്തമായി തന്നെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് അടിയേറ്റതിന്റെ പാടുകളുണ്ടായിരുന്നു. ചുണ്ടിൽ നിന്നും ചോര പൊടിയുന്നുണ്ടായിരുന്നു. അവളുടെ മുന്നിൽ ഡേവിഡും അബിയും ക്രൂരമായ ഭാവത്തോടെ നിൽക്കുന്നുണ്ട്. ഡേവിഡ് മാളവികയുടെ മുടിക്കിങ്ങനെ കുത്തിനു പിടിച്ചുയർത്തി. എടി ചതിയെത്തി, നീ എന്ത് വിചാരിച്ചടി? ഞങ്ങൾ ചതിച്ച് ആ ആദർശനെ ജയിപ്പിക്കാമെന്നാണോ നീ വിചാരിച്ചത്? എത്ര നാൾ നീ ഇങ്ങനെ ഞങ്ങളുടെ കണ്ണിൽ പൊടിയുമെന്നാണ് നീ കരുതിയത്? നിന്റെ ചതി ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. നിന്റെ ജീവിതവും ഇന്ന് തീരും. ഡേവിഡ് അവളെ മുഖത്തടിച്ചുകൊണ്ട് പറഞ്ഞു. മാളവിക വേദന കടിച്ചമർത്തിക്കൊണ്ട് അവർക്ക് നേരെ തുപ്പി. നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചാലും തോൽക്കാൻ പോവുകയാണ് നിങ്ങൾ. ആദർശ് നിങ്ങളുടെ എല്ലാ അധർമ്മങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരും. അതിനൊക്കെ ഇനി അവന് സമയം കിട്ടേണ്ടേടി. അബി പരിഹസിച്ച് ചിരിച്ചു. നിന്നെ തീർക്കാൻ വേണ്ടി ഒരാൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. നീയും നിന്റെ ആദർശം എത്ര നാൾ അന്വേഷിച്ചു നടന്ന ആ ഒരു വലിയ മനുഷ്യൻ. അദ്ദേഹം നിന്റെ കൈകൊണ്ട് തന്നെ നിന്റെ അന്ത്യം കുറിക്കും. പെട്ടെന്ന് തന്നെ ഗോഡൌണിന്റെ മുന്നിൽ ഒരു ആഡംബര കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. കറുത്ത കണ്ണടയും വില കൂടിയ കോട്ടുമുട്ടുകൊണ്ട് തന്നെ കയ്യിൽ ഒരു വടിയുമായി നാഗേന്ദ്രൻ കാറിൽ നിന്നും ഇറങ്ങി ഗോഡൌണിലേക്ക് നടന്നു വന്നു. അവന്റെ മുഖത്ത് കാലന്റെ ഭാവമായിരുന്നു. നാഗേന്ദ്രൻ അകത്തേക്ക് വന്നപ്പോൾ അബിയും ഡേവിഡും ബഹുമാനത്തോടെ മാറി നിന്നു. മാളവിക ഭയത്തോടെയും അതേസമയം കൗതുകത്തോടെയും ആ മനുഷ്യനെ നോക്കി. എന്താണ് ഈ നോക്കുന്നത്? നാഗേന്ദ്രൻ മാളവികയുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവൻ തന്റെ കറുത്ത കണ്ണട മാറ്റി അവളുടെ മുഖത്തേക്ക് നോക്കി ക്രൂരമായി ഒന്ന് ചിരിച്ചു. നിനക്കെന്നെ മനസ്സിലായോടി? ഞാൻ തന്നെയാണ് നാഗേന്ദ്രൻ. നീയും നിന്റെ യജമാനനായ ആദർശം കൂടി എന്നെയാണല്ലോ ഇത്രനാളും തിരഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോ നീ എന്നെ കണ്ടില്ലേ? പക്ഷേ ഈ വിവരം ആദർശനോട് ചെന്ന് പറയാൻ ഇനി നീ ജീവനോടെ ഉണ്ടാവില്ല. നിന്നെ കൊല്ലാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ടേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നാഗേന്ദ്രൻ തന്റെ കോട്ടിനുള്ളിൽ നിന്നും ആ ഒരു തോക്കെടുത്തുകൊണ്ട് മാളവികയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടി. അവളുടെ കഴുത്തിന് നേരെങ്ങ് പിടിച്ചു. മരണത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കോടി. മാളവിക കണ്ണടച്ച് പ്രാർത്ഥിച്ചു. നാഗേന്ദ്രൻ തോക്കിന്റെ ട്രിഗറിൽ നിന്നും വിരലമർത്താനൊരുങ്ങി. പെട്ടെന്നാണ് ഒരു വലിയ സ്ഫോടനത്തോടുകൂടെ ഗോഡൌണിന്റെ മുൻവാതിൽ നിന്ന് തകർന്ന് തരിപ്പണമായി പോയത്. എല്ലാവരും ഞെട്ടലോടുകൂടെ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കി. ആ പുകപടലങ്ങൾക്കിടയിലൂടെ കനലാളുന്ന കണ്ണുകളോടെ ആദർശ് അകത്തേക്ക് നടന്നു വന്നു. അവന്റെ ഭാവം കണ്ടാൽ സാക്ഷാൽ യധർമ്മൻ നേരിട്ട് വന്നതുപോലെ തോന്നുമായിരുന്നു. ആദർശ്, അബി ഭയത്തോടുകൂടെ വിളിച്ചുപോയി. നാഗേന്ദ്രന്റെ ഗുണ്ടകൾ ആദർശിനെ നേരെ പാഞ്ഞെടുത്തു. എന്നാൽ ആദർശ് ഒരു കൊടുങ്കാറ്റായി മാറുകയായിരുന്നു. ആദ്യത്തെ ഗുണ്ടയുടെ നെഞ്ചിന് ചവിട്ടി അവൻ ദൂരത്തേക്കങ്ങ് തെറിപ്പിച്ചു. രണ്ടാമത്തവന്റെ കൈ തല്ലിയൊടിച്ച് നിലത്തിട്ടു. ഗോഡൌണിൽ അടിപിടിയുടെയും അലർച്ചയുടെയും ശബ്ദമങ്ങ് മുഴങ്ങി. ആദർശ് തന്റെ മുന്നിൽ വന്ന ഓരോ ഗുണ്ടകളെയും അതിസാഹസികമായി ഇടിച്ചു വീഴ്ത്തി. അവന്റെ ഓരോ അടിയും അത്രമേൽ ശക്തമായിരുന്നു. പെട്ടെന്ന് തന്നെ ആദർശ് മാളവികയുടെ അടുത്തേക്കെത്തി പാഞ്ഞെത്തി. അവൾക്ക് നേരെ ചൂണ്ടിയിരിക്കുന്ന നാഗേന്ദ്രന്റെ തോക്ക് അവൻ ഒറ്റ ചവിട്ടിനങ്ങ് തെറിപ്പിച്ചു കളഞ്ഞു. നാഗേന്ദ്രൻ ഞെട്ടിപ്പോയി. അവൻ തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരുവൻ ഇത്രയും ധൈര്യത്തോടു കൂടെ തന്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. നാഗേന്ദ്രൻ ഭയത്തോടെ പുറകോട്ട് മാറി ഓടാൻ ശ്രമിച്ചു. എന്നാൽ ആദർശ് അവന്റെ പുറകെ പാഞ്ഞു ചെന്ന് അവന്റെ കോളറിനങ്ങ് കുത്തിനു പിടിച്ചു. എങ്ങോട്ടേക്കാണ് നീ ഇങ്ങനെ ഓടുന്നത് നാഗേന്ദ്ര? ആദർശ് അവനെ ചുവരിലേക്ക് അങ്ങ് ചേർത്ത് നിർത്തി മുഖത്തടിച്ചു. നീയാണ് ഇതിന്റെ എല്ലാം പിന്നിലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. എന്റെ കുടുംബത്തെയും അനന്തപുരിയെയും മൂർത്തി ജ്വല്ലറിയൊക്കെ തകർക്കാൻ ഇരുട്ടിലിരുന്ന് കളിപ്പിച്ച ശത്രു നീയാണ് എന്ന കാര്യമൊക്കെ ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. നീ മാളവികയെ തൊടുക പോലും ചെയ്യില്ലടാ. ആദർശ് നാഗേന്ദ്രനെ നിലത്തിട്ട് ക്രൂരമായി തന്നെ മർദ്ദിക്കാൻ തുടങ്ങി.
അഭിയും ഡേവിഡും ഭയം കൊണ്ട് മുന്നോട്ട് വരാൻ ധൈര്യപ്പെടാതെ മാറി നിന്നു. നാഗേന്ദ്രൻ ചോര ഒലിപ്പിച്ച് നിലത്ത് കിടന്നിങ്ങനെ പിടഞ്ഞു. അവൻ ആദർശിന്റെ കരുത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നിന്റെയൊക്കെ അഹങ്കാരത്തിന്റെ മുഖംമൂടിയാണ് ഞാൻ ഇന്നിവിടെ വലിച്ചു കീറുന്നത്. ആദർശ് മാളവികയുടെ കെട്ടുകളെല്ലാം തന്നെ അഴിച്ചുമാറ്റി അവൾ അവിടെ നിന്നും എഴുന്നേൽപ്പിച്ചു. മാളവിക ആദർശിനെ നോക്കി നന്ദിയോടുകൂടെ കണ്ണീർ വാർത്തു. നാഗേന്ദ്രന്റെ അടികൊണ്ട് വിറച്ച് നിലത്ത് കിടക്കുമ്പോൾ ആദർശ് അവനെ നോക്കി പറഞ്ഞു, നിന്റെ അവസാനത്തെ തുടക്കമാണിത് നാഗേന്ദ്ര. നീ ചെയ്ത എല്ലാ ചതികൾക്കും നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേയുള്ളൂ. സത്യങ്ങളെല്ലാം വെളിച്ചത്ത് കൊണ്ടുവരികയും നാഗേന്ദ്രന്റെ സാമ്രാജ്യം തകരുകയും ചെയ്യുന്ന ആ നിമിഷത്തിൽ നീതിയുടെയും സത്യത്തിന്റെയും വിജയം ആ ഇരുണ്ട ഗോഡൌണിൽ പൂർണ്ണമാവുകയായിരുന്നു. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. അനന്തപുരി വീട്ടിൽ അങ്ങനെ വിവാഹ നിശ്ചയം നടക്കുകയാണ്. മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം അവന്തികയും അനിയുമായിട്ടുള്ള ആ ഒരു വിവാഹ നിശ്ചയ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ തന്നെയായിരിക്കും ആ ഒരു സത്യം കണ്ടെത്തുന്നത്. നാഗേന്ദ്രന് എല്ലാവിധ പിന്തുണയും നാഗേന്ദ്രന്റെ കൂട്ടായിക്കൊണ്ട് തന്നെയാണ് അവന്തിക അവിടെ നിൽക്കുന്നത്. നാഗേന്ദ്രന്റെ ചാരിയായിക്കൊണ്ട് മൂർത്തി ജ്വല്ലറിന്റെ സകല വിവരങ്ങളും ചോർത്തിക്കൊണ്ടാണ് അവന്തിക അവിടെ നിൽക്കുന്നത് എന്ന സത്യമെല്ലാം തന്നെ മുത്തശ്ശൻ കൈയോടെ പൊക്കും. അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയത്തിന്റെ തലേന്ന് അച്ഛന്റെ അനുഗ്രഹം വായിക്കാൻ വേണ്ടിയിട്ട് അവന്തിക മുകളിലെ മുറിയിൽ ചെന്നിട്ട് നാഗേന്ദ്രനെ വിളിക്കും. അച്ഛ, ഇന്ന് എന്റെ വിവാഹ നിശ്ചയമാണ്. അച്ഛൻ തന്നെ മുന്നിൽ നിന്നും ഈ ഒരു കാര്യമെല്ലാം തന്നെ ചെയ്തു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യമെല്ലാം തന്നെ അവന്തിക സംസാരിക്കുന്നത് മുത്തശ്ശൻ മാറി നിന്ന് കേൾക്കും. അതോടുകൂടെ അവന്തിക നാഗേന്ദ്രന്റെ മകളാണെന്ന സത്യം അവന്തിക തിരിച്ചറിഞ്ഞിരിക്കുന്നുവെന്നും അച്ഛനും മകളും ഇപ്പോൾ തമ്മിൽ നല്ല കണക്ഷൻ ഉണ്ട് എന്നും ഇത്രകാലം അവന്തിക തന്റെ കൂടെ ചേർന്ന് ജ്വല്ലറിക്ക് വേണ്ടി മൂർത്തി ജ്വല്ലറിയെ ചതിക്കുകയായിരുന്നു എന്ന സത്യമെല്ലാം തന്നെ മുത്തശ്ശൻ തിരിച്ചറിയും. ചതിയിലൂടെ അനി അവൾക്ക് സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കല്യാണം നടത്തുന്നത്. കല്യാണം നടന്നു കഴിഞ്ഞാൽ അനിയുടെ പേരുള്ള ആ ഒരു സ്വത്തുക്കളും MD സ്ഥാനം തട്ടിയെടുക്കണമെന്ന ആ ഒരു ലക്ഷ്യം തന്നെയായിരിക്കും അവന്തികക്ക്. സത്യമെല്ലാം മനസ്സിലാക്കിയ മുത്തശ്ശൻ ആ ഒരു വിവാഹ നിശ്ചയ ചടങ്ങ് നടക്കുന്നതോടുകൂടെ തന്നെ ഈ സത്യം ഹാളിൽ വെച്ച് എല്ലാവരോടും വിളിച്ചു പറയുന്നുണ്ട്. അവന്തികയുടെ തനി സ്വഭാവം മനസ്സിലായ അനന്തപുരിക്കാരെല്ലാം തന്നെ അവൾ അവിടെ നിന്നും അടിച്ചു പുറത്താകും. അനിയുമായിട്ടുള്ള വിവാഹം ഒരിക്കലും ഇനി വേണ്ട എന്ന് പറയുന്നത് മുൻകൈ എടുത്ത് പറയുന്നത് ജാനകി തന്നെയായിരിക്കും. എന്റെ മകന്റെ ജീവിതത്തിൽ ഇത്രയും ചതിയത്തിയായിട്ടുള്ള ഒരു പെണ്ണ് വേണ്ട. ഇവൻ ആഗ്രഹിച്ചതുപോലെ ഇവൻ നന്ദുവിനെ തന്നെ താലി കെട്ടട്ടെ. എന്റെ മോൻ ഒരുപാടധികം ആഗ്രഹിച്ചതല്ലേ നന്ദുവിനെ താലി കെട്ടണമെന്ന്. എന്നിട്ട് എത്രമാത്രം പ്രശ്നങ്ങളുണ്ടായി. അനിയുടെ ജീവിതത്തിൽ അവന് വിധിച്ച പെണ്ണ് നന്ദു ആയിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവന്റെ രണ്ടാമത്തെ കല്യാണം ഇതുപോലെ മുടങ്ങിപ്പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജാനകി ഏതായാലും നന്ദുവും അനിയുമായിട്ടുള്ള ആ ഒരു കല്യാണത്തിന് പൂർണ്ണ സമ്മതം മൂളും. അങ്ങനെ പത്തരമാറ്റിൽ ഇനി വരാൻ പോകുന്ന സൂപ്പർ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം. ബൈ.